ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് MPV കാറുകൾ അണ്ടർ 15 ലാക്ക് അല്ല 20 ലാക്ക് 30 ലാക്കാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് മാരുതി സുസുക്കി നല്ല രീതിയിൽ സെൽ ചെയ്യുന്ന ഒരു MPV വാഹനം തന്നെയാണ്. ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിന്റെ തേർഡ് റോയും കാര്യങ്ങളൊന്നും അത്രത്തോളം കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിലും ഈ പ്രൈസിന് ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഏകദേശം 10 ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 ലക്ഷം രൂപയാണ് ഇതിന്റെ ടോപ്പ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന ഒരു എഞ്ചിനാണ്. ഏകദേശം ഒരു 12 to 16 വരെയാണ് ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മളെ എതിരാളികളില്ലാത്ത MPV ആയിട്ടുള്ള നമ്മുടെ ഇന്നോവ ഹൈക്രോസ് ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒരു 2 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന ഒരു എഞ്ചിനാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് സിറ്റിയിലുള്ള ഇതിന്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഹൈബ്രിഡ് ടെക്നോളജി ഇല്ലാത്ത വേരിയന്റും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 6 മാസം മുതൽ ഏകദേശം 1 വർഷത്തിന് മുകളിലാണ്. അടുത്തായിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ മരാസോ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് 2024 ഇത് ഒഫീഷ്യലി പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും മഹേന്ദ്രയുടെ സൈറ്റിൽ കയറി ഇത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനമാണെങ്കിലും മരാസോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് MPV തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ ഡീസൽ ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് എർട്ടിഗയേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ്, അതായത് തേർഡ് റോ ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും കിട്ടുകയും ചെയ്യും. മാത്രമല്ല കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷൻ ഇതിൽ കിട്ടും. മാത്രമല്ല ഇതിന്റെ ഏകദേശം മൈലേജ് എന്ന് പറയുന്നത് ഒരു 14 to 19 വരെയാണ്. മഹേന്ദ്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഫെയിലിയർ ആയി പോയിട്ടുള്ള ഒരു വാഹനമാണ് മരാസോ എന്ന് പറയുന്നത്. ഇതിലൊരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കൂടി ഉള്ള ഒരു വാഹനമാണ്. ഇതിന്റെ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 20 ലാക്കാണ്. നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിനൊക്കെ നിങ്ങൾക്ക് 2019-20 വേരിയന്റുകൾ കിട്ടുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ കിയ കാരൻസ് ക്ലാവിസ് ആണ്. അതായത് നമ്മുടെ മരാസോ നിന്നിട്ട് ഫെയിൽ ആയി പോയ ആ ഒരു പോയിന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള വാഹനമാണ് ക്ലാവിസ് എന്ന് പറയുന്നത്. കാരണം എർട്ടിഗയേക്കാൾ കൂടുതൽ പെർഫോമൻസും ഉണ്ട്, എർട്ടിഗയേക്കാൾ കൂടുതൽ കംഫർട്ടബിളുമാണ്. മാത്രമല്ല ഇന്നോവയുടെ പകുതി പ്രൈസേ വരുന്നുള്ളൂ. ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് കാരൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഈ വന്നിട്ടുള്ള ഒരു 3-4 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാഹനമാണ് ക്ലാവിസ് എന്ന് പറയുന്നത്. നല്ല കംഫർട്ടബിലിറ്റി ഉള്ള ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു ക്യാബിനാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.